പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെമ്പുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഒരു ക്രിസ്ത്യൻ വാരിയർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സത്യം കൊണ്ട് അരമുറുക്കണം, സത്യമാകുന്ന ബെൽറ്റ്, നീതിയാകുന്ന അല്ലെങ്കിൽ നീതീകരണമാകുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംഗീകാരമാകുന്ന പോർച്ചട്ട ധരിക്കണം. നിന്റെ നെഞ്ചിൽ നീതി, സമാധാനത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വ്യഗ്രത, നിന്റെ പാദങ്ങളിൽ ചെരുപ്പ്, ശത്രുക്കൾ തൊടുത്തുവിടുന്ന അമ്പുകളെ തടയാൻ നിന്റെ ഇടത് കൈയിൽ വിശ്വാസമാകുന്ന പരിച, ശത്രുവിനെ തോൽപ്പിക്കുവാൻ ദൈവവചനമാകുന്ന വാൾ നിന്റെ വലത് കൈയിൽ, നിന്റെ തലയിലോ രക്ഷയാകുന്ന പടത്തൊപ്പി. ഇത്രയും മാത്രമല്ല, പ്രാർത്ഥന, അത് നിന്റെ ജീവിതത്തിൽ മുഴുവനും നിറയണം. നിന്റെ ആത്മാവിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ വികാരങ്ങളിൽ, നിന്റെ ശരീരത്തിൽ പോലും പ്രാർത്ഥന നിറയണം. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്, ദൈവത്തെ ആധാരമാക്കി ജീവിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൽ വസിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നത്, അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുന്നത്, ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവപ്രവർത്തനത്തിന് തയ്യാറാകുന്നത്, അതാണ് പ്രാർത്ഥന. ദൈവത്തെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വഴക്കുന്നതല്ല പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പൂജിതമാകണമേ, എൻ്റെ ഇഷ്ടം ഭൂമിയിലെ പോലെ സ്വർഗത്തിലുമാകണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പൂജിതമാകണമേ, നിൻ്റെ രാജ്യം വരയണമേ,
നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ രീതിയിൽ ദൈവരാജ്യം വരുത്താൻ വേണ്ടി, ആ രീതിയിൽ നമ്മുടെ ലോകത്തെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് മിഷൻ വാരിയേഴ്സ്. മിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യം എന്നാണ് അർത്ഥം. നമ്മളാരും ഈ ലോകത്തിൽ വെറുതെയല്ല, ദൈവ ദൗത്യം നിറവേറ്റാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സൃഷ്ടിക്കും മുമ്പ് എഫേസ്യർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയും, ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അന്നേ ദൈവം നമ്മളെ സ്വപ്നം കണ്ടതാ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഫലമാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ വിവരണമേകുമ്പോൾ ശരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നീ ക്രിസ്തുവിനെ ധരിക്കുക, നീ ക്രിസ്തുവായി മാറുക. ഈ ലോകത്തിൽ ലോക അന്ത്യത്തോളം, ലോക അതിർത്തിയോളം ക്രിസ്തുവിൻ്റെ അനുഭവം പകരുക, ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ നിറയ്ക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിക്കുക, ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുക, ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കുക. ഗലാത്യർ 2:20 നാം വായിക്കും പോലെ, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിതനായിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ സന്നിഹിതമാക്കുക, അതാണ് ഒരു മിഷൻ വാരിയറുടെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മിഷൻ വാരിയർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈശോയോട് ചേർന്ന് നമ്മൾ യെസ് പറയുക. യെസ്. ഇംഗ്ലീഷ് പഠിക്കുന്നവർ ആദ്യം പഠിക്കുന്ന 2 വാക്കുകളാണ്, യെസ്സും നോയും. ഇന്നത്തെ ലോകത്തിലുണ്ടല്ലോ ഒത്തിരി നോകൾ കേട്ട് വിഷമിക്കുന്നവരാണ് നമ്മൾ. ഒത്തിരി നോകളിൽപ്പെട്ട് വിഷമിക്കുന്നവരാ. കർത്താവ് ഒരു ദിവസം കടൽ തീരത്ത് ചെന്നു. അവിടെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. കർത്താവ് ചോദിച്ചു, മീൻ വല്ല ഉണ്ടോ? എന്താ അവർ പറഞ്ഞേ? നോ ഫിഷ്. മീനില്ലേ എന്ന് പറഞ്ഞു. മീനില്ലെന്നോ? ദേ അങ്ങോട്ട് മാറ്റി വലയിറക്കിക്കേ. വല നിറച്ച് ഉഗ്രൻ മീൻ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഉണ്ട് എന്ന് പറയുന്നവനാണ് ഒരു മിഷൻ വാരിയർ. കർത്താവ് ഒരു അന്ധനെ കണ്ടുമുട്ടി. നോ സൈറ്റ്, കാഴ്ചയില്ലേ, കാഴ്ചയില്ലേ എന്ന് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തു? നിനക്ക് കാഴ്ചയുണ്ട്. അവൻ കാണാൻ തുടങ്ങി. കർത്താവ് നോക്കിയപ്പം കുറേ ആൾക്കാർ, 5000-ലധികം വരുന്ന ആൾക്കാർ വിശന്ന് വലഞ്ഞിരിക്കുക. ഇവരെ ഇങ്ങനെ പറഞ്ഞു വിട്ട് അവരെല്ലാം വഴിയിൽ തളർന്നു പോകുമല്ലോ. നിങ്ങളുടെ കയ്യിൽ അപ്പം വല്ലതും ഉണ്ടോ? 5 അപ്പവും 2 മീനുവേ ഉള്ള. ഇവർക്കെല്ലാം കൊടുക്കാൻ എന്താ ആകാൻ? ഇല്ല, നോ ബ്രെഡ് എന്നാ പറഞ്ഞേ. കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? സ്വർഗത്തിൽ നിന്ന് ഇറക്കിയില്ല. അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞപ്പോൾ എന്താണെന്നറിയാവോ? അവർ കണ്ടെത്തിയ അപ്പം എല്ലാവർക്കും സംതൃപ്തിയേകി എന്ന് മാത്രമല്ല, ഈ 5 അപ്പം കൊടുത്ത ഓരോ ശിഷ്യനും ഓരോ കൊട്ട നിറച്ച അപ്പം തലയെ വെച്ചുകൊണ്ട് ഇങ്ങനെ തിന്നോണ്ട് നടക്കാല്ലേ. ആ അപ്പത്തിന് എന്ത് പറ്റിയെന്നറിയാവോ? അവരുണ്ട് കുഴിച്ചിട്ടല്ലേ. നമ്മൾ ചിലപ്പോൾ വലിയ കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും ഒത്തിരി ഭക്ഷണം കൊണ്ട് കുഴിച്ചിടുക. ശിഷ്യന്മാരെല്ലാം കൊണ്ടുപോയി ഇത് കുഴിച്ചിട്ടോ. എങ്ങനെയാ? കാരണം 5 അപ്പം പോരെ, 5000 പേരെ തീറ്റി പോറ്റാൻ. ഇപ്പോൾ ഇത്രയും കൊട്ട നിറച്ചപ്പം. പ്രിയപ്പെട്ടവരെ, ഓരോ കുർബാനയിലൂടെയും നമുക്ക് ഇന്നും നൽകപ്പെടുന്നത് ആ അപ്പമാണ്. കർത്താവിൻ്റെ ആ അത്ഭുതം ഇന്നും തുടരുക.
ആ തുടരുന്ന കാര്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും ആകണം. നമ്മളൊക്കെ മിഷൻ വാരിയർ ആകണം. നോ ബ്രെഡ് എന്ന് പറഞ്ഞിരുന്ന ഇവിടത്തേക്ക് യെസ് ദർ ഈസ് ബ്രെഡ് എന്ന് പറഞ്ഞു. കർത്താവ് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. ലാസറിനെ അന്വേഷിച്ചു. അവരെന്താ പറഞ്ഞറിയോ? നോ ലാസർ, നോ ലാസർ. കർത്താവ് പറഞ്ഞു യെസ് ദർ ഈസ് ലാസർ. ലാസറിനെ ജീവിക്കുന്നവനായി കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ 38 വർഷം ഒരു കുളത്തിൻ്റെ കരയ്ക്ക് ഇങ്ങനെ കിടക്കുക, കയ്യോ കാലോ അനക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുക. അവൻ്റെ അടുത്തേക്ക് കർത്താവ് ചെന്നു. അവനെന്താ പറയുന്നത്? നോ, എനിക്ക് ശക്തിയില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. കർത്താവ് പറഞ്ഞു യേസ്, നിനക്ക് വേണ്ടി ഞാനുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. അവനുണ്ടല്ലോ ചാടി എഴുന്നിട്ട് കിടക്കയും എടുത്ത് ഓടാൻ തുടങ്ങിയതാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നോകളിൽപ്പെട്ട് വിഷമിക്കുക നമ്മൾ. ഒത്തിരി നോ. അവിടെ ഈശോ യെസ്. പൗലോസ് അപ്പോസ്തലൻ പറയും, കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പറയും, യേശു ക്രിസ്തു ഒരേ സമയം അതേയും അല്ലായും ആയിരുന്നില്ല, അവിടുന്ന് എപ്പോഴും അതേ തന്നെ. കർത്താവ് ഇങ്ങനെ യെസ് പറഞ്ഞ് നടന്നപ്പോൾ ഉണ്ടല്ലോ, ഈ നോ പറയാനായിട്ട് ആഗ്രഹിച്ച ഒത്തിരി ആൾക്കാർ, സാത്താൻ ഉൾപ്പെടെ എന്തു ചെയ്യുന്നറിയാവോ? കർത്താവിനോട് നോ പറയാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞ ഏറ്റവും വലിയ നോയാണ് കർത്താവിൻ്റെ മരണം. അവിടെ ആ നോ അവസാന വാക്കല്ലായിരുന്നു. ദൈവം യെസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതാ ഈശോയുടെ ഉത്ഥാനം. അങ്ങനെ ഈശോയിൽ ഉത്ഥിതരായി ജീവിക്കുന്നവനാണ് ഒരു മിഷൻ വാരിയർ. ഉത്ഥിതനായി, യേശുവിനോടൊത്ത് ഉത്ഥിതനായി, ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് ഉത്ഥാനമേകി ജീവിക്കുന്നവനാണ് ഒരു മിഷൻ വാരിയർ. എല്ലാ സുവിശേഷത്തിലും ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് എന്തിനാ? തൻ്റെ പ്രവർത്തനം ലോക അതിർത്തിയോളം, ലോക അന്ത്യത്തോളം തുടരണം. അതിനു വേണ്ടിയാണ്. ഓക്കെ, ഈ 2 വാക്ക് ഓർക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോഴുണ്ടല്ലോ ഈ നോകളിൽപ്പെട്ട് വിഷമിക്കുക. എങ്കിൽ കർത്താവിനെ ക്ഷണിക്ക്. കർത്താവ് കടന്നു വന്ന് യെസ് പറയട്ടെ. അവിടെ നമുക്ക് സൗഖ്യമുണ്ടാകും, അവിടെ നമുക്ക് ശാന്തി ഉണ്ടാകും, അവിടെ നമുക്ക് കാഴ്ചയുണ്ടാകും, അവിടെ നമുക്ക് ജീവൻ ഉണ്ടാകും, അവിടെ നമുക്ക് ഉത്ഥാനം ഉണ്ടാകും. ശരി, നമ്മൾ 2ാമത്തെ പോയിന്റിലേക്ക് വരിക. 2ാമത്തെ പോയിന്റ്, ഈശോ കുരിശ് ചെയ്തവനാണ്. കുരിശ് നമ്മൾ സാധാരണ വരയ്ക്കുക ചെയ്യുന്നത്. ഈശോ കുരിശ് ചെയ്തവനാണ്. കുരിശിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയാവോ? ക്രോസ് എന്ന് പറയും. ക്രോസ് ചെയ്തവനാണ് ഈശോ. നമ്മളൊക്കെ ഉണ്ടല്ലോ ഒത്തിരി നോകൾ, ഒത്തിരി മൈനസിൽ, ന്യൂനചിഹ്നങ്ങളിൽ പെട്ട് വിഷമിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ന്യൂനതയുണ്ട്. ഒത്തിരി ന്യൂനത. ആ മൈനസ് അല്ലേ, ആ മൈനസിൽ ദൈവം ഇടപെട്ടപ്പോൾ അത് ഒരു ക്രോസായി മാറി. ഈശോ ആരാണെന്നറിയാവോ? നമ്മുടെ മൈനസിനെ ക്രോസ് ചെയ്ത് പോസിറ്റീവ് ആക്കുന്നവനാണ് ഈശോ. ഈ ലോകത്തിലെ ജീവിതം ഒത്തിരി പേർക്ക് നിരാശ വരുത്തുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുക, ഈ ലെവലിലേക്ക് വരുന്നില്ല. ഈ ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മിഷൻ വാരിയർ ആവുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടാൻ, ദൈവത്തെ ക്ഷണിക്കുക, ദൈവത്തെ ഇടപെടുത്തുവാൻ മനുഷ്യരെ സഹായിക്കുക. അവിടെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സ്നേഹം നിറയുക, മനുഷ്യർ രക്ഷ അനുഭവിക്കുക, മനുഷ്യർ ദൈവശക്തിയാൽ നിറയുക. 3ാമത്തെ പോയിന്റ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്.
ഈശോനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 61-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാ? മനുഷ്യർക്ക് സ്വാതന്ത്ര്യമേകാൻ. പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, ദൈവം മോശയെ വിളിച്ചില്ലേ? എന്താ പറഞ്ഞെന്നറിയാവോ? മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, ഞാൻ നിന്നെ അയക്കുക, അവരെ വിമോചിപ്പിക്കുവാൻ ഞാൻ നിന്നെ അയക്കുക. നമ്മുടെ ദൗത്യം അതാ പ്രിയപ്പെട്ടവരെ. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ സ്വതന്ത്രരായി ജീവിക്കണം, സ്വാതന്ത്ര്യം അനുഭവിച്ച് സ്വതന്ത്രരായി ജീവിക്കണം, സ്വാതന്ത്ര്യമേകുന്നവരായി മാറണം. അങ്ങനെ മനുഷ്യർക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന്, ലോകത്തിന് സ്വാതന്ത്ര്യമേകി ലോകത്തെ ദൈവരാജ്യത്തിലേക്ക് ഉയർത്തുക. ആ ദൗത്യമാണ് ഒരു മിഷൻ വാരിയർക്ക് ഉള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? തോന്നുന്ന പോലെ ചെയ്യാനായിട്ടുള്ള സാധ്യതയല്ല. അവിടെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ പോലും അടിമകളാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും ജീവിക്കുന്നതാണ്. ലിവിങ് ഫ്രം വിതിൻ, ഉള്ളിൽ നിന്ന് ജീവിക്കുക. ഉള്ളിലുള്ളത് ആരാ? ഉള്ളിലുള്ളത് ഈശോ. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ പറയും, ഒരു രഹസ്യം യുഗങ്ങളായി നമ്മളിൽ ഒളിഞ്ഞിരിക്കുക. എന്താ രഹസ്യം എന്നറിയാവോ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ആ ക്രിസ്തുവിൽ നിന്ന് ജീവിക്കുന്നതാ യഥാർത്ഥ സ്വാതന്ത്ര്യം. ചക്കക്കുരുവില്ലേ? ചക്കക്കുരുവിനകത്ത് പ്ലാവുണ്ടോ? ഉണ്ടോ? ചക്കക്കുരുവിനകത്ത് പ്ലാവുണ്ടോ? എനിക്ക് പ്ലാവിൻ്റെ തടി വേണം, ചക്കക്കുരു എടുത്ത് അറുത്താൽ മതിയോ? ചക്കക്കുരുവിനകത്ത് പ്ലാവ് ഒളിഞ്ഞിരിക്കുന്നു. ചക്കക്കുരു ഇത്രയേ ഉള്ളൂ, പക്ഷേ പ്ലാവോ എത്ര വലുത്! എന്തേറെ ചക്കയുണ്ടാകുന്നു. ആ പ്ലാവ് ചക്കക്കുരുവിനകത്ത് ഒളിഞ്ഞിരിക്കുക പ്രിയപ്പെട്ടവരെ. അതേപോലെ നാം ഓരോരുത്തരിലും ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നു. ആരാ ക്രിസ്തു? എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തവനാ, ദൈവപുത്രനാ, മരണത്തെയും ജയിച്ചവനാ. നമ്മുടെ ഉള്ളിലിരിക്കുക അവൻ. നമ്മളെ കടമ എന്താണെന്നറിയാവോ? ആ ക്രിസ്തു പൊട്ടിമുളിച്ച് വളരണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് വചനം വിത്താണ്. അങ്ങനെ വിത്ത് തിരിച്ചറിഞ്ഞ് വിത്തിനെ മുളപ്പിച്ച് വളർത്തുവാനുള്ള കടമയാണ് ഒരു മിഷൻ വാര്യർക്കുള്ളത്. നിന്നിൽ ക്രിസ്തുവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. നമ്മിലുള്ളത് ദൈവവചനം. മോശ ഇസ്രായേലിനെ തൊട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ട്, നിൻ്റെ അധരത്തിലുണ്ട്, നിൻ്റെ ജീവിതത്തിലുണ്ട്. നീ അത് തേടി ഇങ്ങനെ അലയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് വിതിൻ യു. ദൈവവചനം, ദൈവ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ഓരോ ശ്വാസം എടുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക പ്രിയപ്പെട്ടവരെ. ഉത്തിതനായ ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എന്താ? യോഹന്നാൻ 20:22, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചിട്ട് പറയുക. ഓരോ ശ്വാസത്തിലും ഇതാ ഉത്തിതനായ ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് നിറയുന്നു. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഏതാണെന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകം 2:7, ആദ്യത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ്റെ മൂക്കിലേക്ക് ശ്വസിച്ചു, അവൻ ജീവിക്കുന്നവനായി മാറി. ഓരോ ശ്വാസവും പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ നിറവ്. സത്യത്തിലുണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെല്ലാം അനുദിനം അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ കുളിക്കുമ്പം പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ശുദ്ധീകരിച്ച് ഉണർത്തുമല്ലേ വെള്ളം കുടിക്കുമ്പോഴൊക്കെ. നോക്കി, ചില ആൾക്കാർ അതിന് പകരം വേറെ വെള്ളം കുടിക്കാൻ പോവല്ലേ.
എഫേസ്യർ 5:18 എന്താ പറയുന്നത് അറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. പിന്നെയോ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിനെ കുടിക്കേണ്ടതിന് പകരം മദ്യവും കുടിച്ചുകൊണ്ട് നടക്കുന്നു. പരിശുദ്ധാത്മാവിനെ ശ്വസിക്കേണ്ടതിന് പകരം പുകയും വലിച്ചുകൊണ്ട് നടക്കുന്നു. നോക്കിക്കേ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഈ കുർബാന സ്വീകരിക്കുന്നതെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. അതിലൂടെ ജീവൻ നിറയുക, നമ്മിലേക്ക് എനർജി നിറയുക, പരിശുദ്ധാത്മാവ് തരുന്നത്. സത്യത്തിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും, എക്സസൈസ് ചെയ്യുമ്പോഴാകട്ടെ, ഉറങ്ങുമ്പോഴാകട്ടെ, ഉണരുമ്പോഴാകട്ടെ, ആത്മാവിൻ്റെ ഒരു നിറവ്. അപ്പം നമ്മിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം, അല്ല, ഈശോ തന്നെ നമ്മിൽ നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ ഉള്ളിലുള്ളവൻ നമ്മളെ പ്രചോദിപ്പിക്കുമ്പോഴാണ്, നമ്മളെ നയിക്കുമ്പോഴാണ്, നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പറയാൻ പറ്റുക. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും ജീവിക്കുന്നതാണ്, ഉള്ളിൽ നിന്നും ഉറവെടുക്കുന്ന ജീവിതം. അതിന് പകരം ഉണ്ടല്ലോ, പലപ്പോഴും നമ്മളെല്ലാം അടിമകളാണ്. അടിമയെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? മറ്റുള്ളവരോട്, പുറമേ ഉള്ളതിനോട് പ്രതികരിച്ച് റിയാക്ട് ചെയ്ത് ജീവിക്കുന്നതാണ് അടിമത്തം. ഒരാളോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ ഞാൻ ആ ആൾക്ക് എന്നെ തന്നെ അടിയറ വയ്ക്കുക. ഒരാളോട് പിണങ്ങിയിരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സമയമില്ല, എങ്കിലും ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുസ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളെ കർത്താവിലൂടെ നല്ല സ്വാധീനമാക്കി മാറ്റണം നമ്മൾ. അതിനാണ് ഉള്ളിൽ നിന്ന് ഉറവെടുക്കുന്ന ജീവിതം. അപ്പം നമ്മൾ പുറമേയുള്ള ആൾക്കാരുണ്ട്, വസ്തുക്കളുണ്ട്, അവസ്ഥകളുണ്ട്, അവസരങ്ങളുണ്ട്. അതിനോട് പ്രതികരിച്ച് റിയാക്ട് ചെയ്ത് ജീവിച്ചാൽ അത് അടിമത്തം. നേരെ മറിച്ച് ദൈവത്തോട്, ഉള്ളിലുള്ളവനോട് പ്രത്യത്തിരിച്ച് ജീവിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യം. അങ്ങനെ സ്വതന്ത്രരായി നമ്മൾ ജീവിക്കുക. എന്തൊക്കെയാണ് നമ്മളെ ഈ ദുസ്വാധീനങ്ങൾ? ആ സ്വാധീനങ്ങൾ നമ്മിലേക്ക് വരുന്നത് മനസ്സിൻ്റെ 5 പ്രവൃത്തികളിലൂടെ, പ്രക്രിയകളിലൂടെയാണ്. 1 ഓർമ്മ, 2 ചിന്ത, 3 ആഗ്രഹം, 4 തീരുമാനം, 5 ഭാവന. ഇതൊക്കെ നെഗറ്റീവാണെങ്കിൽ നമ്മുടെ ജീവിതം അടിമത്തത്തിലാണ്. ഇതിനെയൊക്കെ നെഗറ്റീവാക്കുന്ന സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുക. 6 തലത്തിലാണ് ഈ സ്വാധീനങ്ങൾ. ഒന്നാമത്തെ തലം വ്യക്തിപരമായ തലത്തിലാണ്. ആ തലത്തിലെ ദുസ്വാധീനത്തെ നമ്മൾ ഭൂതം എന്ന് പറയും. ഭൂതം എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂതമുണ്ടോ? എങ്ങനെയാ ഭൂതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭൂതകാലം. നമ്മൾ ഇന്നലെയുടെ പിടിയിൽപ്പെട്ട് കിടന്നാൽ അതിനെയാണ് ഭൂതബാധ എന്ന് പറയുന്നത്. ഇന്നലത്തെ ഓർമ്മകൾ, ഇന്നലത്തെ ചിന്തകൾ, ഇന്നലത്തെ ആഗ്രഹങ്ങൾ, ഇന്നലത്തെ തീരുമാനങ്ങൾ, ഇന്നലത്തെ ഭാവനകൾ, ഇവ നമ്മിലുണ്ടാക്കുന്ന 5 കാര്യങ്ങൾ. 1 കുറ്റബോധം. കുറ്റബോധം നമ്മിലിരുന്നാൽ, അല്ലേ, കുറ്റബോധം വരുന്നത് അതിൻ്റെ കാരണം ഭൂതമാണ്. എന്തോ ഞാൻ അരുതാത്ത ചെയ്തു, അല്ലേ, പറഞ്ഞു പോയി. കുറ്റബോധം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം ഒരു ശിക്ഷയേൽക്കൽ പോലെയാണ്. ഞാനിതെല്ലാം അനുഭവിച്ചേ തീരൂ, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം എന്നും പറഞ്ഞ് നമ്മളിരിക്കും. അല്ലേ, എൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലം എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. 2 കുറ്റബോധം, 2 വിരോധം, അല്ലേ, വൈരാഗ്യം. അതിൻ്റെ കാരണം എന്താ? ഭൂതം. ഇന്നലെ ആരും അരുതാത്തത് എന്നോട് ചെയ്തു. വിരോധം വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതം മുഴുവനും പ്രതികാരം ചെയ്യലായി മാറും. നമ്മുടെ എല്ലാ എനർജിയും സമയവും സമ്പത്ത് പോലും നമ്മൾ അതിനുവേണ്ടി അങ്ങോട്ട് ചെലവഴിക്കും. പകരം വീട്ടാൻ, പ്രതികാരം ചെയ്യാൻ. അവിടെ നമ്മുടെ ജീവിതം അടിമത്തത്തിലാണ്. 3 ആർത്തി, അല്ലെ, ആസക്തി. ആർത്തിയുടെ കാരണം എന്തറിയാവോ? വേണ്ടത് കിട്ടിയില്ല,
വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടവരിൽ നിന്നും വേണ്ടതുപോലെ കിട്ടിയില്ല. അതാണ് നമ്മളെ ആർത്തരാക്കുന്നത്. അത് നമ്മൾ എന്തെല്ലാം ആസക്തിയുണ്ടോ അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ കാരണം ഭൂതവ, ഇന്നലെ വേണ്ടത് കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തെ അതും അടിമത്തത്തിലാക്കുക. എനിക്കൊന്ന് ഒത്തിരി പേര്, നമ്മൾ മിക്കവരും തന്നെ ഈ അഡിക്ഷൻ്റെ പിടിയിലാണ്. നാലാമത്തേത് ദുഃഖം വരാനുള്ള കാരണം നഷ്ടബോധമാണ്. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ പണം നഷ്ടപ്പെട്ടല്ലോ, അല്ലെ ആരെങ്കിലും മരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടല്ലോ, ആ ചിന്ത നമ്മളെ ദുഃഖം കൊണ്ട് നിറയ്ക്കും. അവിടെ നമ്മുടെ ജീവിതം മുഴുവനും ഒരു തേങ്ങിക്കരച്ചിലാണ്. അഞ്ചാമത്തേത് ഭയം. ഇന്ന് ഒത്തിരി പേർക്ക് ഭയമാണ്, പേടി. സ്ത്രീയെ പേടി, പുരുഷനെ പേടി, പിള്ളേരെ പേടി, മുതിർന്നവരെ പേടി, കയറാൻ പേടി, ഇറങ്ങാൻ പേടി, എന്തെല്ലാം പേടികൾ. ഭയം നിറഞ്ഞാൽ എന്ത് പറ്റുന്നറിയാവോ? ഒന്നുകിൽ നമ്മൾ ഒളിച്ചോടും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയെല്ലാം ഭയപ്പെടുത്തി ജീവിക്കും. അവിടെയെല്ലാം നമ്മുടെ ജീവിതം ഒരു അടിമത്തത്തിലാണ്. അപ്പം ഒന്നാമത്തെ തലം വ്യക്തിപരമായ തലത്തിലുള്ളത് ഈ 5 കാര്യങ്ങൾ. അതാണ് ഞാൻ ഭൂതം എന്ന് പറഞ്ഞത്. അടുത്ത തലം കുടുംബതലമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പം പറയത്തില്ലേ, ഞങ്ങളുടെ കുടുംബത്തിന് എന്തോ ശാപം വന്നത്. ഒരിക്കലും ഒരാൾ വന്നിട്ട് പറയാം, അച്ഛാ ഞാൻ മരിക്കാൻ പോവാം, അടുത്ത വർഷം ഞാൻ മരിക്കാൻ പോവാം. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഞങ്ങളുടെ കുടുംബത്തിലുണ്ടല്ലോ എല്ലാ ആണുങ്ങളും 65-ാമത്തെ വയസ്സിൽ മരിച്ചു, എനിക്ക് 64 വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിലൂടെ വരുന്ന ഈ നമ്മൾ എന്തെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടറൊക്കെ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ. അടുത്ത തലം സമൂഹതലമാണ്. നമ്മൾ ഉത്ഭവ പുണ്യം എന്നൊക്കെ പറയും. ആദം മുതലുള്ള ആൾക്കാർ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതിനെയാണ് ഉത്ഭവ പാപം എന്ന് പറയുക. ആദം മുതൽ. അടുത്ത തലം ഏതാണെന്നറിയാവോ? അത് പ്രാപഞ്ചിക തലമാണ്. പ്രപഞ്ചം പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെവിടെ ജനിച്ചു, എവിടെ വളർന്നു, അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാപഞ്ചിക തലം. അതിൻ്റെ അടുത്ത തലം അതിനെ പറയുന്നത് പാതാളതലം എന്നാണ്. പാതാളം. ചിലർ പറയത്തില്ലേ പ്രേതബാധ എന്നൊക്കെ പറയത്തില്ലേ, അത് ആ തലത്തിൽ വരുന്നത്. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചിട്ടിരുന്നാൽ അത് നമുക്ക് പ്രേതബാധയായിട്ട് അനുഭവപ്പെടാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്വന്തമാണ്. അവരെ സ്വന്തമാക്കിയിരുന്ന നമ്മൾ അവരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ അവിടെ അവർക്ക് ശാന്തി വരത്തുള്ളൂ, നമുക്ക് ആശ്വാസം കിട്ടും. അടുത്ത തലം സ്പിരിച്വൽ തലമാണ്, ആത്മീയമായ തലമാണ്. അവിടെ സാത്താൻ്റെ പ്രേരണയിൽ, സാത്താൻ്റെ വിഷമിപ്പിക്കലിൽ നമ്മൾ വിഷമിക്കുന്ന അനേകർ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള സ്വാധീനങ്ങളാണ്. പക്ഷേ ഈ ഓരോ തലത്തിലും ഉണ്ടല്ലോ പോസിറ്റീവുണ്ട്. വ്യക്തിതലത്തിൽ നമുക്ക് വന്ന സ്നേഹത്തിൻ്റെ അംഗീകാരത്തിൻ്റെ അനുഭവം, കുടുംബതലത്തിൽ കുടുംബത്തിലൂടെ വന്ന നമ്മുടെ പൈതൃകങ്ങൾ, അടുത്ത തലത്തിലോ മാനുഷിക തലത്തിൽ ക്രിസ്തുവിലൂടെ വന്ന മറ്റുള്ളവരിലൂടെ നമുക്ക് വരുന്ന നന്മകൾ, നല്ല സ്വാധീനങ്ങൾ. പ്രപഞ്ചം മരുഭൂമി മാത്രമല്ല, തോട്ടവുമായി മാറാം. തോട്ടമായി നമുക്ക് പ്രപഞ്ചം അനുഭവപ്പെടുമ്പോൾ അല്ലേ, നമ്മൾ ഈ പൊള്യൂട്ടഡായിട്ടുള്ള കാര്യം വരുമ്പോഴാണ് നെഗറ്റീവായി പോകുന്നത്. നമ്മൾ പ്രപഞ്ചത്തെ തന്നെയും പ്രത്യേകമായിട്ട് ശ്രദ്ധയോടെ കാത്തു സംരക്ഷിക്കണം എന്ന് മാർപ്പാപ്പ പോലും ചാക്രിക ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്താലോ അവർ നമുക്ക് വിശുദ്ധരായി മാറും. വിശുദ്ധരുടെ സ്വാധീനം നല്ല സ്വാധീനമാണ്. അത് കഴിഞ്ഞ് അടുത്ത തലം എന്തുവാ? സ്പിരിച്വൽ തലം എന്ന് പറഞ്ഞു. അവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സാത്താൻ. പക്ഷേ പോസിറ്റീവോ മാലാഖമാർ നമ്മളെ സഹായിക്കാൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും കൊണ്ട് തീരുന്നില്ല. ഏറ്റവും ആഴത്തിലുണ്ടല്ലോ നമ്മൾ പറഞ്ഞ കാര്യമാണ് ക്രിസ്തു ദൈവം. 7-ാമത്തെ തലം ഡിവൈൻ അൺകോൺഷ്യസ് എന്ന് പറയും.
അപ്പം നമ്മുടെ ഈ ഉള്ളിലുള്ള ദൈവികതയെ ഉണർത്തി അതിൽ നിന്നും ജീവിക്കുവാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വതന്ത്രരായി മാറുക. അതിനു പകരം ദൈവത്തെ മറന്ന്, ദൈവത്തെ മറുത്ത്, ദൈവത്തെ മാറ്റിവെച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാലോ അവിടെയാണ് അടിമത്തം. അവിടെയാണ് അടിമത്തം. അപ്പോൾ ഒരു മിഷൻ വാരിയുടെ കടമ എന്താ? ഈ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി പോസിറ്റീവായിട്ടുള്ള ആ തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ദൈവത്തെ ഒന്ന് അനുവദിക്കുക. തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തെ അനുവദിക്കുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, സഹായിക്കുക. അതാണ് നമ്മുടെ കടമ.